പ്രൈസ് ലോർഡ്. യഹോവയും യേശുവും ഒന്നു തന്നെയാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് കാരണം പലരും പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ യേശു ആണെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് എഴുതിയുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ ഫയൽ വായിക്കാം. പഴയ നിയമമായ സഖറിയാവ് പ്രവചനം 14-ാം അധ്യായത്തിൽ 3 മുതൽ ഉള്ള വചനങ്ങളിൽ യഹോവയാണ് ഒലിവ് മലയിൽ വരുന്നതും ജാതികളോട് ഹർമഗദോൻ യുദ്ധം ചെയ്യുന്നതും ഇസ്രായേൽ ജനം 1000 ആണ്ട് വാഴ്ച കാലത്തേക്ക് പ്രവേശിക്കുന്നതുമായി എഴുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമമായ വെളിപ്പാട് പുസ്തകത്തിൽ 19-20 അധ്യായങ്ങളിൽ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് യേശുക്രിസ്തുവാണ് എന്ന് എഴുതിയിരിക്കുന്നു. യഹോവ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നതായി സുവിശേഷങ്ങളിലും കാണുന്നു. യോഹന്നാൻ 3:35, മത്തായി 11:27, 28-18 വാക്യങ്ങളിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. യോഹന്നാൻ 3:35, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പിന്നെ മത്തായി 11:27, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭാരം ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പിന്നെ മത്തായി 28:18, യേശു അടുത്ത് നിന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ സഖറിയാവ് 14:3-4 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. യഹോവ വരുന്നതാണ് ഇവിടെ പറഞ്ഞു. എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അത് വായിക്കാം. സഖറിയ 14:3-4, Then shall the Lord go forth and fight against those nations as when he fought in the day of battle, and his feet shall stand in that day upon the Mount of Olives, which is before Jerusalem on the east, and the Mount of Olives shall cleave in the midst thereof, toward the east and toward the west, and there shall be a very great valley, and half of the mountain shall remove toward the north, and half of it toward the south. ഇപ്പോൾ ഇവിടെ ലോഡ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് യഹോവയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവലേഷൻ 19 വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഐ സോ ഹെവൻ ഓപ്പൺ ആൻഡ് ബിഹോൾഡ് എ വൈറ്റ് ഹോഴ്സ് ആൻഡ് സാറ്റ് അപ്പോൺ ഹിം വാസ് കോൾഡ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, and in righteousness he doth judge and make war. And he was clothed with a vesture dipped in blood, and his name is called the Word of God. The Word of God എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. And the armies which were in heaven followed him upon white horses, clothed in fine linen, white and clean. And he hath on his vesture and on his thigh a name written, King of Kings and Lord of Lords. ഇവിടെ വളരെ വ്യക്തമായിട്ട് ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന് തന്നെ പറയുന്നുണ്ട്. സഖറിയയിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്കാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന യഹോവ എന്ന് പറഞ്ഞ തർജ്ജമ തെറ്റാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത വായിക്കാം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നും. അപ്പോൾ വൈരുദ്ധ്യമില്ലാന്ന് നമുക്ക് വചനങ്ങളെല്ലാം വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. എന്നാൽ ദാനിയേൽ 7-ാം അധ്യായത്തിൽ പിതാവാൻ ദൈവവും പുത്രനും ഒരുമിച്ച് വരുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് ഒന്ന് വായിക്കാം. ദാനിയേൽ 7-ാം അധ്യായം 9-ാം വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ഇത്രയും പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഈ ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന് മുമ്പായിട്ടാണ് 13-ാം വാക്യം വരുന്നത്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. അതായത് പിതാവായ ദൈവത്തിൻ്റെ കൂടെ വന്ന ദൂതന്മാർ യേശുക്രിസ്തുവിനെ പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കൂടെ യേശുക്രിസ്തു അവിടെ വരുന്നുണ്ട്. ഈ വാക്യം ശരിക്കും വരേണ്ടത് നേരത്തെ നമ്മൾ വായിച്ചല്ലോ, ന്യായവിസ്താര സഭ ഇരുന്നു
പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞ വാക്കില്ലേ, അതിന് മുമ്പായിട്ട് വരേണ്ട വാക്യമാണ് ഈ 13-ാം വാക്യം. അതിപ്പോൾ എഴുതിയതിലൊരു കുഴപ്പം വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുമ്പോൾ അതൊന്ന് മനസ്സിലാവും. പിന്നെ 11-ാം വാക്യത്തിൽ പറയുന്നത്, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി, അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 19-ാം അധ്യായം 20-ാം വാക്യം, മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അന്തിക്രിസ്തുവിൻ്റെ അവസാനത്തെ പറ്റിയായി പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ദാനിയേലിലും പറഞ്ഞിരിക്കുന്നത്. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. സകറിയ 14 പറഞ്ഞിരിക്കുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെയാണ്. അത് യഹോവയല്ല വരുന്നത്, പക്ഷേ യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. സകറിയാവ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ മലയാളത്തിൽ പിതാവ്, അതായത് യഹോവ വരുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതൊരു തർജ്ജമയിലുള്ള പെശകാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ ലോർഡ് വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ കണ്ടല്ലോ. ഇവിടെ യഹോവ വരുന്നു എന്ന് എഴുതിയിട്ടില്ല. ബൈബിളിൽ പല സ്ഥലത്തും യേശുവിനെ ലോർഡ് എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വെളിപ്പാടിൽ നമ്മൾ കണ്ടല്ലോ. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. പിതാവും പുത്രനും തത്വത്തിൽ ഒന്നാണെങ്കിലും നിശ്ചിത കാലത്തേക്ക് വേർപിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഫയലുകളും വീഡിയോകളും ഉണ്ട്. ഫയൽ നമ്പർ 40-110, പിന്നെ വീഡിയോ ആണെങ്കിൽ 26, 84, 116. ഇതെല്ലാം കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. യേശുക്രിസ്തുവാണ് കാണപ്പെടുന്ന രൂപത്തിൽ വരുന്നതെങ്കിലും പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ സകല പ്രവൃത്തികളിലും മനുഷ്യർക്ക് അദൃശ്യനായി കൂടെയുണ്ട് എന്നാണ് മേൽ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്രഹാമിന് പ്രത്യക്ഷനായത് എങ്ങനെ പ്രത്യക്ഷനായത്? അബ്രഹാമിന് പ്രത്യക്ഷനായത് നേരിട്ട് വരില്ലേ ചെയ്തേ, ആ പ്രസൻസ് അവിടെ ഉണ്ടാവുകയോ ചെയ്തിരിക്കും. അബ്രഹാമിനെ ഒരിക്കലും നേരിട്ട് പ്രത്യക്ഷനായിട്ടില്ല. പിതാവിനെ നേരിട്ട് കാണുന്നവർ മരിച്ചു പോകുന്നതാണ് ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്.